എന്റെ അത്ഭുത വിഷയം ഇതൊന്നല്ലോ. ഈ ചോദ്യത്തിൽ കിടക്കുന്ന എന്റെ കൺസേൺ ഇതല്ല. 10 കൊല്ലോ 15 കൊല്ലോ റൂമിൽ ഹിന്ദുവായ ക്രിസ്ത്യാനിയായ ഒരാൾ 10-15 മുസ്ലിം ചെറുപ്പക്കാരുടെ കൂടെ താമസിച്ചിട്ട് 20 കൊല്ലമായിട്ട് അയാൾക്ക് മുസ്ലിം ആവാൻ തോന്നുന്നില്ല എന്നാ. ഇതാ അത്ഭുതം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഇന്ന് ഇസ്ലാം അവർക്ക് കിട്ടുന്നുണ്ടോ? എന്താ നമ്മളൊക്കെ ചിന്തത്? തിന്നാൻ പറ്റുമോ കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ വലിയ ഉഷാറാ. ഇയാളെ നരകത്തേക്കായി മനുഷ്യൻ പോണത്. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ആൾ ഇയാളെ സ്വർഗത്ത് കൊണ്ടുപോകാൻ ഒരു ഖുർആനിന്റെ പരിഭാഷ, ഒരു റസൂൽ സ്വല്ലല്ലാഹു ചരിത്രമോ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് ഈ മനുഷ്യൻ ഇസ്ലാമിക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അല്ലേ? പിന്നെ എന്ത് ദാവത്താ നമ്മളൊക്കെ ചെയ്യുന്നത്? നമ്മളെ കൂടെ ഇരുന്നിട്ടൊക്കെ എങ്ങനെ ഒരു നന്നാവുക? ഇങ്ങനെ 10-25 കൊല്ലം റൂമിൽ കടന്ന ഹിന്ദു ആണെന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന വിഷയം അതാണ്. നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണില്ലല്ലോ. എന്നാലും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ചോദിക്കുകയാണ്. ഇത്ര കഷ്ടപ്പെട്ട് ഒരു അന്യജാതിക്കാരനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ഇവരുടെ സർവശക്തനായ അല്ലാഹുവിനെ എല്ലാവരെയും മുസ്ലിമായി അങ്ങ് സൃഷ്ടിച്ചാൽ പോരായിരുന്നോ? എങ്കിൽ ഈ കഷ്ടപ്പാടിന്റെ വല്ല ആവശ്യവും ഉണ്ടാകുമായിരുന്നോ? ഈ കാര്യം ഒന്ന് അല്ലാഹുവിനോട് ചോദിക്കുന്നത് നല്ലതായിരിക്കും ഉസ്താദേ.